പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് ഒരു പടച്ചോനെ സൃഷ്ടിച്ച് കിട്ടണമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പടച്ചവൻ എന്ന മീഡിയയുണ്ട് എന്ന വ്യാജേന ഒന്ന് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് അധികാരം, രണ്ട് പെണ്ണ്. അധികാരമുണ്ടെങ്കിൽ പ്രശസ്തിയായി, പെണ്ണായി, പണമായി, എല്ലാമായില്ലേ? ഇതൊക്കെ തന്നെയാണ്. ആ സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉഡായിപ്പ് മാത്രമായിരുന്നു ഒരു പടച്ചോൻ. ഇത് ആകാശത്ത് വന്ന് പടച്ചോൻ എന്നോട് സംസാരിക്കുന്നു. മിണ്ടല്ലേ ജിബിരിയിൽ വന്നിട്ടുണ്ട്. ജിബിരിയിൽ എന്തോ പറയാനുണ്ട്. മണിയടിക്കുന്നത് പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ദാ ശരീരം മുഴുവനും ചിറകുള്ള ഒരു ജീവിയെ ഞാൻ കാണുകയാണ് സ്വഹാബ. ആ ജീവിയാകട്ടെ ആകാശത്തിലും തൊട്ടിട്ടില്ല തല, കാലാകട്ടെ തറയിലും തൊട്ട്. ഇങ്ങനെ കണ്ണടച്ചിട്ട് കക്ഷി ഇങ്ങനെ വന്നിട്ട് കണ്ണടച്ച് പച്ചക്കള്ളം വിളിച്ചു പറയാ. അപ്പോ ആ കാലഘട്ടത്തിൽ നമ്മളെ പോലുള്ള ചില വെടക്കുകൾ ഉണ്ടാകുമല്ലോ. അവര് ചോദിച്ചു, അല്ലടാ ബേബി എവിടെ? ഇവിടെ ഉണ്ട്, ഇതാ ഇരിക്കുന്നു. അല്ല, എന്നാ പിന്നെ ജിബ്രീലിൽ നിന്ന് കാണിച്ചേ. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല സ്വഹാബ കിറാം. എന്താ കാണാൻ പറ്റാതെ? നിങ്ങളുടെ കണ്ണിൽ കോൺ സെല്ലുകളും റോഡ് സെല്ലുകളുമല്ലേ ഉള്ളത്. എന്റെ കണ്ണുകളിലാകട്ടെ ഹൂറികൾ ഉൽപ്പാദിപ്പിച്ച ഒരു പ്രത്യേക സെല്ലുകളാണ്. അതുകൊണ്ട് ഞാൻ അതിലവരെ കാണി. എന്തുവാ ഇതൊക്കെ? ഇതിനെയൊക്കെ അവർ ചോദ്യം ചെയ്തപ്പോൾ അവരെ പറയാണ് മക്കാ മുശ്രിക്കുകളാണത്രേ, അവര് ജാഹിലിയത്താണത്രേ, വിഡ്ഢികളാണെന്ന് അവരല്ലേ ചിന്തിക്കുന്നവർ. ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ. എന്റെ നല്ലവരായ അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത് കേട്ടാലും അവർ അത് ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരാണ്. അവരാണ് ഉറ്റാലോചിക്കുന്നവർ. അവർ തന്നെയാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ. അവർ തന്നെയാണ് വിജയികൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അതല്ലാതെ പടച്ചോ പറഞ്ഞതാണെന്ന് കേട്ടാൽ ഉടനെ അന്ധരായും ബധിരരായും മൂകരായിട്ടുമൊക്കെ അതിനകത്തേക്ക് ചാടി വീഴണ്ടെന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്. ഇനിയും ഒരു ഉസ്താദ് മറുപടി പറഞ്ഞു. ചോദ്യകർത്താവിനും തൃപ്തിയായിട്ടില്ല, ഓഡിയൻസിനും തൃപ്തിയായിട്ടില്ല, വേദിയിലിരുന്ന ഉസ്താദുമാർക്കും തൃപ്തിയായിട്ടില്ല. അതുകൊണ്ട് മറ്റൊരു ഉസ്താദ് എഴുന്നേറ്റ് ബാക്കി കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഓക്കെ. പരലോക വിശ്വാസം, നീതി, ധർമ്മം, സത്യം, മൂല്യങ്ങൾ, സമൂഹ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ അംഗീകരിക്കാവുന്ന ഏകമായ സത്യമാണ് ഓരോ പ്രവാചകന്മാരും പറയും. പക്ഷെ ഈ പ്രവാചകന്മാരൊന്നും പറഞ്ഞത് കേട്ടിട്ടല്ല സത്യവും ധർമ്മവും നീതിയും സാമൂഹ്യ സുരക്ഷയും ഒക്കെ ജനങ്ങൾ നടത്തിയിരുന്നത്. സാമൂഹ്യ സുരക്ഷയെ കുറിച്ചിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, മുസ്ലിങ്ങളുടെ സുരക്ഷയെ കുറിച്ചാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാ പറഞ്ഞേ. ഇന്നമന്നാസു ഇഖ്വ, ജനങ്ങളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നല്ല ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകർക്കിടയിൽ ഒരു വേർതിരിവും കൽപ്പിക്കാതെ എല്ലാ പ്രവാചകരെയും അവരുടെ സന്ദേശത്തെയും അതിന്റെ ആദിമ വിശുദ്ധിയിൽ അതാദ്യം പടച്ചോൻ ചെയ്യേണ്ടിയിരുന്നില്ലേ? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സൂറത്ത് സഫ് 3. അതായത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്മാർക്കിടയിൽ നീതി പാലിക്കാൻ, വേർതിരിവുകളില്ലാതെ അവരെ അംഗീകരിക്കാൻ, അനുധാവനം ചെയ്യാൻ ജനങ്ങളോട് പറയുന്നതിന് മുമ്പ് അള്ളാഹു പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവുകൾ കൽപ്പിക്കരുതായിരുന്നു. പക്ഷെ പടച്ചോനത് ചെയ്തിട്ട് നമ്മളോട് പറയും നമ്മളത് ചെയ്യരുത്. ീകരിക്കുന്നു എന്നതാണ് മുസ്ലിമിന്റെ പ്രത്യേകത എന്നതുകൊണ്ട് അതൊരിക്കലും പകർത്തി എഴുതിയതല്ല. വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത കുറേ സംഗതികൾ പൂർവ്വവേദങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പകർത്തി എഴുതിയതല്ല. അതിന്റെ തെളിവല്ലേ വേണ്ടത്? ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്നതല്ല ചോദ്യം. ബൈബിളിൽ ഉള്ള കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടോ, അതിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഇതാണ് ഇവിടുത്തെ വിഷയം.
പൂർവ്വവേദങ്ങളിലുള്ള ചില പരാമർശങ്ങൾ മാത്രം അടിസ്ഥാന സത്യങ്ങൾ എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വിട്ടുപോയൊരു കാര്യം ആഡ് ചെയ്യുന്നത്, ഈ ബൈബിൾ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും എന്ന് പറയുന്നത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ നബിയിലൂടെ അവതരിക്കപ്പെട്ടിരിക്കുന്ന ഇഞ്ചീലിന്റെ പതിപ്പാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കും. അതിന് യേശുവും ഈസയും ഒരാളാണ് എന്ന് നിങ്ങൾ പറയുന്നതല്ലേ? ക്രിസ്ത്യാനികൾ ബൈബിളും ഖുർആനും വെച്ച് തന്നെ എത്രയോ തവണകളിൽ അത് സമർത്ഥിച്ചിട്ടുള്ള സംഗതിയാണ്. ബൈബിള് വേറെ, ഖുർആൻ വേറെ, ഈസാ നബി വേറെ, യേശു വേറെ. അത് ഞാൻ കൽപ്പിച്ചു തരാം, ഞാൻ പറയട്ടെ. ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെയുള്ള വന്നിട്ടുള്ള സന്ദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഖുർആനിലുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ ഇഞ്ചീലിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുകയും യേശുക്രിസ്തുവിന്റെ മാർഗം സ്വീകരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന സമൂഹത്തിലെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ശിഷ്യന്മാർ അവർ മനസ്സിലാക്കിയിരിക്കുന്ന മതത്തെ രേഖപ്പെടുത്തിയതാണ് ബൈബിൾ. ആ ബൈബിളിൽ യേശുവിൻ്റെ സന്ദേശങ്ങളിൽ ചിലതൊക്കെ ഉണ്ടെങ്കിലും അതിലേറെയും കാര്യങ്ങൾ അത് എഴുതിയിരിക്കുന്ന ആളുകളുടെ സന്ദേശങ്ങളാണ്. അതുകൊണ്ട് അതിന് ഇഞ്ചീലായി തെറ്റിദ്ധരിക്കുകയോ ഖുർആനുമായി അതിനെ താരതമ്യം ചെയ്യുകയോ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ ശരിയല്ല എന്നുകൂടി ഇതിനോട് ചേർത്ത് പറയുക. ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഇവർ ഉത്തരം പറയുന്നത്. അതല്ലെങ്കിൽ ഇവര് ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോഴേക്ക് തന്നെ എന്താണ് ഉത്തരം പറയേണ്ടത് എന്നിവർ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുവാണ്. ബൈബിളിന്റെ കോപ്പിയടിയാണെങ്കിൽ ആണ്, അതല്ലെങ്കിൽ അല്ല. ഖുർആനിൽ ദാ ഇന്ന കാര്യങ്ങളാണ് ബൈബിളിൽ ഉള്ളത്, ഖുർആനിൽ ഉണ്ട് എന്ന് സാധാരണഗതിയിൽ വിമർശനങ്ങൾ ഉയർന്നു വരാറുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ വിമർശനങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നില്ലേ സംസാരിക്കേണ്ടിയിരുന്നത്? അല്ലേ? വിമർശകര് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ബൈബിളിൽ കുറച്ച് വസ്തുതകൾ ഉണ്ട്, ഈ വസ്തുതകൾ തന്നെ ഖുർആനിലും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പിയടിച്ചപ്പോൾ വന്ന പോരായ്മകളാണോ, വന്ന ഭാവപകർച്ചകളാണോ എന്ന് ചോദിക്കുന്നത് എന്ന് കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ. ഇത് നമ്മുടെ എം അക്ബറിനോട് ചോദ്യം ചോദിച്ചാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എന്ത് ചോദിച്ചാലും ശരി, അദ്ദേഹം ലോകത്തുള്ള സകലമാന കാര്യങ്ങളും പറയും, ഉത്തരമൊഴികെ. ഉത്തരം അദ്ദേഹത്തെ കൊന്നാലും അദ്ദേഹം പറയില്ല. മറ്റെല്ലാ കാര്യങ്ങളും ചറപറ 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 പറയുന്നത് കേൾക്കാം. ഈ പെൺകുട്ടി ചോദ്യം ചോദിച്ചിട്ട് ആ പെണ്ണൊരുത്തി വഷളായതുപോലെയുണ്ട്. ഒരു പെൺകുട്ടിയാ, ചെറിയൊരു കുട്ടിയാ, പക്ഷെ ഇവർക്ക് അതിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഉത്തരം പറയും ആർജവത്തോടു കൂടി. നിങ്ങൾ ക്രിസ്ത്യാനികളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ ഖുർആനും ഹദീസും ഇങ്ങനെയായത്? അതല്ലെങ്കിൽ ബൈബിളും ഖുർആനും തമ്മിൽ താരതമ്യം എന്തെങ്കിലും വിഷയങ്ങളിലുണ്ടോ? അവര് കൃത്യമായിട്ട് അതിന്റെ ഇൻഡെക്സ് അടക്കം പറഞ്ഞു തരും. വചനങ്ങൾ അങ്ങോട്ട് എടുത്തിടും. ദാ ഇന്ന വചനങ്ങൾ ഖുർആനിലുള്ളത് തന്നെയാണ് ബൈബിളിലും ഉള്ളത്. ബൈബിളിൽ ഇങ്ങനെയാണുള്ളത്, ഇന്ന വചനം. ഖുർആനിൽ ഇത്രയാണുള്ളത്, ഇന്ന വചനം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ കുറച്ച് പഠനം അനിവാര്യമാണ് കേട്ടോ. വെറുതെ ഓടി വന്നിട്ട് അതൊന്നും പെട്ടെന്ന് അങ്ങോട്ട് പറയാനൊന്നും പറ്റില്ല. മുഹമ്മദ് നബിയുടെ കോപ്പിയടിയെ സംബന്ധിച്ച് അവർ